പരിസ്ഥിതി എന്ന് പറയുമ്പോൾ വായുവുണ്ട്, ജലമുണ്ട്, മണ്ണുണ്ട്, ഇവിടുത്തെ ജീവജാലമുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് പരിസ്ഥിതി. അതിനെല്ലാം നമ്മൾ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഒരു നല്ല നാളെ വരുമ്പോൾ, നല്ല പരിസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ജലമില്ലാതെ, ശുദ്ധജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശുദ്ധജലം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ജീവിക്കാൻ സാധിക്കൂ. അതിന് ജലം മലിനമാക്കാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വായു, മനുഷ്യന് ജീവിക്കുന്നതിന് ശുദ്ധമായ വായു വേണം. വായു മലിനമാക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. ശുദ്ധമായ വായു വേണം. ശുദ്ധമായ വായു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് വായു മലിനീകരണം നമ്മൾ നടത്താൻ പാടില്ല. അതേപോലെ തന്നെ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് മണ്ണ്. നമ്മൾ മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ നിരവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ മണ്ണിലേക്ക് ഇടാറുണ്ട്. ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് 400 മുതൽ 1000 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ അത് മണ്ണിൽ അലിഞ്ഞ് ചേരുകയുള്ളൂ. അപ്പോൾ പരിസ്ഥിതിയിലേക്ക് ഏറ്റവും ദോഷകരമായ ഒരു കാര്യമാണ് പരിസ്ഥിതി സംരക്ഷണത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ 3R എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് പൊതുസമൂഹം പറയുന്നത്. എന്താണ്? ഒന്ന്, മാലിന്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക, റെഡ്യൂസ്. അടുത്തത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുനരുപയോഗിക്കുക, റീയൂസ്. അതിനുശേഷം പുനരുൽപാദനം, റീസൈക്കിൾ. അങ്ങനെ 3R. ഈ 3R കൂടെ മാത്രമേ നമ്മൾ മാലിന്യ സംസ്കരണം നടത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനോടൊപ്പം, അല്ലെങ്കിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കാതിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഒരു പരിസ്ഥിതി സംരക്ഷണം ഉണ്ടാവുകയുള്ളൂ. എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും ഈ വിഷയങ്ങളിൽ ബോറടിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. പക്ഷേ എൻ്റെ പരമപ്രധാനമായ കാര്യം ഈ 5 കാര്യങ്ങൾ പറഞ്ഞ ശേഷമേ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ശബരിമലയുമായ അടുത്ത പ്രദേശമായതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കിലേക്ക് വരും. പക്ഷേ അത് ഈ ഒരു 5 വിഷയങ്ങൾ ചർച്ച ചെയ്ത ശേഷം മാത്രമായിരിക്കും. അപ്പം പരിസ്ഥിതിയുമായി ഇഴുകി ചേർന്ന ഒരു ജീവിതമായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. അടുത്തത് സ്വദേശി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വദേശിയായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കണം. സ്വദേശി എന്ന് പറയുമ്പോൾ സ്വദേശി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, അതോടൊപ്പം നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലും നമ്മുടെ പാരമ്പര്യത്തിലൊക്കെ തന്നെ നമ്മൾ അഭിമാനം കൊള്ളണം. സ്വദേശീവൽക്കരണം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകും. നമ്മുടെ എക്കണോമി, അതായത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി, രാജ്യത്തിൻ്റെ GDP അതൊക്കെ തന്നെ വർദ്ധിക്കുന്നതിന് സ്വദേശി സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ സമ്പത്ത് രാജ്യത്തിൻ്റെ കൂടുതൽ വളരാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് കൂടുതലായി സ്വദേശി സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അതേപോലെ തന്നെ സ്വദേശി ഭക്ഷണ രീതി. ഇപ്പം എന്താണ് നമ്മുടെ നാട്ടിലേക്ക് ആൾക്കാർ അൽഫാം, എല്ലാ അറബിക് ഫുഡുകളൊക്കെയാണ് നമ്മൾ, അല്ലയോ ചിരിക്കുന്ന അല്ലേ? അറബിക് ഫുഡുകളൊക്കെയാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. അപ്പം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങളുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് യോജിച്ച ഭക്ഷണ രീതികളല്ല അതൊക്കെ. അപ്പോൾ സ്വദേശി ഭക്ഷണം, അതേപോലെ സ്വദേശി സംസ്കാരത്തിൽ നമ്മൾ അഭിമാനം കൊള്ളണം. അപ്പോൾ സ്വദേശീവൽക്കരണം പൂർണ്ണമായി നടപ്പിലാക്കിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് വളരുകയും രാജ്യത്ത് തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും രാജ്യം ഒരു പുതിയ തലത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ തന്നെ സ്വദേശീവൽക്കരണം അത്യാവശ്യമാണ്.